നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. PSC തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും പലരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഭിന്നതകളും ഈ സംഭവത്തിലൂടെ വെളിവായതാണ്. ഈ സംഭവത്തോട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. കോഴിക്കോട് PSC മെമ്പറെ നിയമിക്കാൻ DYFI നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഇതിന് സർക്കാരിന്റെ പിന്തുണയുണ്ടെന്ന് പറയുകയാണ് K. സുരേന്ദ്രൻ. ഇന്ത്യയിൽ PSCയുടെ പേരിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുള്ളതും കേരളത്തിൽ തന്നെ. എന്നാൽ അതേസമയം അപ്രഖ്യാപിത നിയമന നിരോധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണസിരാ കേന്ദ്രത്തിന് നേരെയാണ്. സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോഴ വാങ്ങിയിരിക്കുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം. ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിലാണ് തട്ടിപ്പ് എന്നത് ഗൗരവകരമായ കാര്യമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPMന്റെ തീവെട്ടിക്കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. മനാഞ്ചിറയിലെ കോൺഗ്രസ് ഏറ്റെടുക്കാതെ വലിയ ഹോട്ടൽ സമുച്ചയം ഉണ്ടാക്കാൻ നോക്കുകയാണ് CPM. സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടില്ല. തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഇതേ ടീം തന്നെയാണ് PSC മെമ്പർഷിപ്പ് തട്ടിപ്പിനും പിന്നിലുള്ളത്. അതുപോലെ KSRTC സ്റ്റാൻഡ് നിർമ്മാണത്തിലും കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും കൈമാറ്റത്തിലെ തട്ടിപ്പും സർക്കാരിന്റെ ഒത്താശയോടെയാണ് നടന്നത്. തുറമുഖ വകുപ്പ് പണിയാൻ CPM നേതാവിന്റെ ബന്ധുവിന് സ്ഥലം നൽകിയത് മറ്റൊരു ക്രമക്കേടുകൂടിയാണ്. എല്ലാത്തിനും സർക്കാരിന്റെ പിന്തുണയുള്ളതുകൊണ്ട് മാഫിയകൾ തഴച്ചു വളരുകയാണെന്നും K. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി.